കാര്യം ചോദിക്കട്ടെ, ഈ കലണ്ടറിനകത്ത് 12 മാസം കൂടുമ്പോൾ കലണ്ടർ മറന്നുകൊണ്ടല്ലേ നമുക്ക് പ്രായമാകത്ത്. 24 മാസം കൂടുമ്പോൾ ആക്കി വെക്കുവാണെങ്കിൽ കുറച്ച് പേര് കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് പ്രായമാവില്ലല്ലോ. 2 കൊല്ലം കൂടുമ്പോൾ അല്ലേ പ്രായമാവില്ല. ഞാൻ ചിന്തിക്കുന്ന പൊട്ടത്തരങ്ങളാണ് ഇതൊക്കെ. എന്നറിയോ, മനസ്സിനകത്ത് ഈ പ്രായമൊക്കെ അയ്യോ എനിക്ക് ഇത്രയും പ്രായമായല്ലോ എന്നങ്ങ് തോന്നിയേക്കുക. പിന്നെ റിട്ടയർമെന്റ് മറ്റേത് മറിച്ചത് ഇങ്ങനെ അങ്ങ് മനസ്സ് ചിന്തിച്ച് കൂട്ടുക. ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല. അത്ര ഉള്ളൂ. 7 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്കത്തെ വീഡിയോ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ വീഡിയോ ആണ്. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മെഗാ ക്ലിയറൻസ് സെയിൽ, ഇത് 3ാമത്തെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ക്ലിയറൻസ് സെയിൽ തീർന്നോന്ന്. തീർന്നിട്ടില്ലായിരുന്നു, റെഡിയാക്കണ്ടേ. പിന്നെ സാധാരണ ക്ലിയറൻസ് സെയിൽ, ഡിസ്കൗണ്ട് സെയിൽ, ഓഫർ സെയിൽ ഇങ്ങനെയൊക്കെ വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ കുറേ കസ്റ്റമേഴ്സിനെയൊക്കെ കാണിച്ച് സെയിലാകാതെ അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ കുറേയെങ്കിലും പഴക്കം ചെന്ന് മീൻസ് മിനിമം 6 മാസമെങ്കിലും ആയ സാധനങ്ങൾ കാണിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഇതിപ്പോൾ പുത്തുപുത്തൻ സാധനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. എന്നെ ഈ ഓഫർ സെയിൽ അല്ല, ക്ലിയറൻസ് സെയിൽ ക്ലിയർ ഔട്ട് ആക്കുന്നത്. കാരണം ഇത് നമുക്ക് ഓൺലൈൻ ഉള്ളത് കൊണ്ട്, പിന്നെ ഇതെല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ, ഒറ്റ പീസാണ് അങ്ങനെ വന്നത്. ഒന്നിനും കൂടെ ഒരു പീസോ അതിൻ്റെ അങ്ങനത്തെ കുറേ എണ്ണം ഒന്നുമില്ല. ഓൺലൈൻ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാത്തിനും തന്നെ മിക്കതിനും അത്യാവശ്യം സെയിലുള്ള മിക്കതിനും റീസ്റ്റോക്ക് കൊണ്ടുവരും. അപ്പോൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്ന ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടാണല്ലോ ഇത്രയും കൂടെ ഇത്ര ബണ്ടിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോകുമ്പോൾ ചിലത് മിച്ചം വരും. അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പലതിൻ്റെ ഇതിൻ്റെ ത്രെഡ് പൊട്ടിക്കുന്ന പോലും. അത്രയ്ക്ക് പുതുപുത്തൻ സാധനങ്ങളാണ്. എബോവ് 50% അല്ലെങ്കിൽ 50%, അതായത് ഇപ്പോൾ 860 രൂപ 900 രൂപ വിലയുള്ള സാധനങ്ങളാണ് 450 രൂപ 460 രൂപയ്ക്ക് ഇന്ന് കൊടുക്കുന്ന സാരികൾ. ഞങ്ങളിത് കഴിഞ്ഞ ദിവസം ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ട് ഇന്ന് അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഓഫർ ഈ ക്ലിയറൻസ് സെയിൽ കാണിക്കാതിരുന്നത്. അപ്പം ഇതിന് ഇപ്പം നല്ല ഡിസ്കൗണ്ടിലാണ് നമ്മൾ. ഡിസ്കൗണ്ട് പറഞ്ഞാൽ നമുക്ക് ലാഭമില്ല, കിട്ടിയ വില കഴിയും ചിലതൊക്കെ താന്നാണ് പോയിരിക്കുന്നത്. കാരണം നമുക്കിത് ക്ലിയർ ഔട്ട് ആക്കുക എന്നുള്ള ഒറ്റ ഒരു ഇതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല. നിങ്ങളുടെ നല്ല ഇഷ്ടത്തോടെ എടുത്ത് അത് കൈ കിട്ടിക്കഴിയുമ്പോൾ അയ്യോ ഇതെനിക്ക് വേണ്ട. അതുപോലെ ക്യാൻസലേഷൻ ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി 5 സാരി ബുക്ക് ചെയ്തു. എന്നിട്ട് ആ സാരി എന്ന് പറയുന്നത് എന്തോ 5 സാരിക്ക് 5 പീസേ ഉള്ളൂ, വേറെ ഒരു പീസും കൂടി ഇല്ല. എന്തോരം പേര് ചോദിച്ചാൽ പിറ്റേ ദിവസം രാവിലെ നേരം എടുത്തപ്പോൾ ചേച്ചി പറയും എൻ്റെ പൈസ അടക്കടന്നോട്ടെ, എനിക്കിപ്പോൾ സാരി. ഞങ്ങൾ സമ്മതിച്ചില്ല, ഞങ്ങളത് അയക്കും. അങ്ങനെ പറ്റത്തില്ല. കാരണം എത്ര പേര് ചോദിച്ച സാധനമാണ് നമ്മൾ കൊടുക്കാതിരുന്നിട്ട് അവർക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ആളെ വിളിച്ച് പറയാം. ആൾക്കാരെ മുഴുവൻ തപ്പി തേടി വിളിച്ച് പറയില്ലൊന്നും നടക്കില്ല. അയ്യോ അതുണ്ട് കിട്ടോ അങ്ങനെ നടക്കില്ല. അതുകൊണ്ട് ക്യാൻസലേഷൻ ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളാനേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. കാരണം വാങ്ങിച്ച ആൾക്കാർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഈ കൂടുതൽ എണ്ണം വേണം, സ്കൂൾ തുറക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോഴത്തേനും ആക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറേ എണ്ണം ഒന്നിച്ചെടുക്കാമായിരുന്നല്ലോ, 1 വർഷത്തിനുള്ളത് എടുക്കാമായിരുന്നല്ലോ എന്ന് വരെ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. കടയിൽ വെക്കാത്തതിന് പരാതി പറഞ്ഞവരുണ്ട്. അപ്പോൾ ആദ്യത്തെ സാരി ഇതെല്ലാം ഏകദേശം ഒരു 800-860 ആ ഒരു റേറ്റാണ്. കൃത്യം ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല. എനിക്ക് അങ്ങനെ നോക്കി പറയാം. നമുക്ക് ഇപ്പോൾ ടൈം വെറുതെ പോകും. എനിക്ക് പെട്ടെന്ന് വർത്താനം പറഞ്ഞിട്ടങ്ങ് അണയ്ക്കുന്ന പോലെ. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോൾഡിങ് ഒന്നും എടുത്തിട്ടില്ല. അതൊരു വല്ലാത്ത ഫോൾഡിങ് ആണ്. അപ്പാ ഇപ്പം ഇങ്ങനെ പറയാം, ഈ ഒരു പീസ് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പം നിങ്ങൾ ഓർത്തണം ഫോൾഡിങ് അയച്ചത് ആരാണ്? ഞാനാണ്. കാരണം വേറെ ഇല്ല കേട്ടോ. ഈ സാരി എന്ന് പറഞ്ഞാൽ ഈ സാരിയുടെ വേറെ ഒരു പീസും കൂടെ ഇല്ല. ഇതിൻ്റെ ഫോൾഡിങ് അങ്ങനെ ഒരു കൊനഷ്ട പിടിച്ച ഫോൾഡിങ് ആയിപ്പോയി കേട്ടോ. അതാണ് ആദ്യത്തെ സാരി. പൊട്ടിക്കുട്ടി വിളിക്കുന്നത് ആരാണ്? പൊട്ടിക്കുട്ടി വിളിക്കുന്നത് 5 കുട്ടിയാണോ? ഇട്ട 5 വേണ്ട, അതിന് കിടപ്പുണ്ട് 5 അല്ല. പിന്നെ ഇത് കണ്ടോ, ഇതാണ് സ്റ്റഫ്. ഇത് കോട്ടൺ അല്ല. എനിക്കിതിൻ്റെ സത്യം പറയാൻ എനിക്കിതിൻ്റെ സ്റ്റഫ് പറഞ്ഞു തരാൻ അറിയത്തില്ല. പ്യൂർ 100% കോട്ടൺ അല്ല, ഒരു ചന്തേരി കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റഫാണ്. ഇങ്ങനെ ബോർഡർ വരുമ്പോൾ ഇതും ഈ സ്റ്റഫ് തന്നെയാണ് ഇവിടെ. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഒരു ജൂട്ടിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ പോലെ, ഡിസൈൻ മാത്രമുള്ള ജൂട്ടല്ല. പിന്നെയും പറയാണ്. ഇതാണ് മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇത് ഉണ്ടോ, ബ്ലൗസേ വരുമ്പോൾ ഒരു ചെറിയ ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ടല്ലേ. ഇതിൻ്റെ കളർ കോഫി ബ്രൗണും വിത്ത് ഡാർക്ക് ചിക്കു ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗോൾഡൻ അങ്ങനത്തെ ഒരു ഷെയ്ഡ്.
ഒറ്റ പീസേ ഉള്ളൂ. അത് നിങ്ങൾ ആലോചിച്ച് പിടിച്ച് അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും സമയം കളയുന്ന എൻ്റെ ഏറ്റവും അവസാനം ഭയങ്കരമായിട്ട് പരാതിപ്പെടും. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വേണമെന്ന് പറഞ്ഞത് ഇൻഡിഗോ. എന്താണ് ഞാൻ കാണിച്ചല്ലോ. ഇനി അത് ഫോൾഡ് മൊത്തം അടിച്ചു കഴിഞ്ഞാലേ ശരിയാവത്തില്ല. കാരണം ഇതിൽ വേറെ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ആ അഴിച്ച ഫോൾഡിങ്ങിൻ്റെ പീസ് മാറ്റിയിട്ട് വേറെ ഫ്രഷ് പീസ് നമുക്ക് അയക്കാം നിങ്ങൾ ചോദിക്കുമ്പോൾ. പക്ഷെ ഇത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഞാനെല്ലാം അഴിക്കുന്നില്ല കേട്ടോ. അഴിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഗ്രീൻ, ബോട്ടിൽ ഗ്രീനും അതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ. അടുത്ത കളറിൻ്റെ ഗ്രീനും ബോട്ടിൽ ഗ്രീനും ലൈറ്റ്, അതിൻ്റെ ഒരു ഇച്ചിരി ഡാർക്ക് ലൈറ്റുമായിട്ടുള്ള ഗ്രീന് ഡെയിലി പോകുമ്പോൾ കൊടുക്കാൻ നല്ലതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുക, നിങ്ങളുടെ മനസ്സിൽ ഇത് 450 രൂപ 460 രൂപയുടെ സാരി എന്നുള്ള ആ ഒരു വിചാരം കളഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യണം. മീൻസ് ചക്കരി, മുട്ടേ, പൊന്നി, തേനെ, പാനെന്നൊന്നും വിളിക്കണം നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ലൊരു സാരിക്കോളൊക്കെ വാങ്ങിച്ച് സാരിക്കോളൊക്കെ വെച്ചിട്ട് വേണം ഇത് ഉടുക്കാൻ. അങ്ങനെ കൊടുത്ത് അതിന് ചേരുന്ന നല്ലൊരു ആഭരണങ്ങളും കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല സാരി. അപ്പം 450 രൂപയ്ക്ക് നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ വിലയായി 10, 860, 900 രൂപ തന്നെ ഫീൽ ചെയ്യും. കണ്ടോ, ഇതിനൊരു ചെറിയ ഗ്ലോ ഉണ്ട്. ഇന്ന് കാണിക്കുന്ന സ്റ്റഫെല്ലാം ഒരേ സ്റ്റഫാണേ. നമ്മൾ അങ്ങനെ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, വിൽക്കാനുള്ള എളുപ്പത്തിനും വാങ്ങിക്കാനുള്ള എളുപ്പത്തിനും. ഇത് മുന്താണിയല്ല, ഇത് ബ്ലൗസ്. ഈ സാരിയുടെ മുന്താണി ഇതിപ്പോൾ ഒനിയൻ കളർ കേട്ടോ. കണ്ടോ, ഈ റീസ്റ്റോക്ക് ഒത്തിരി വരുന്ന സാരി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സമയത്ത് നല്ല 2 ഒരെണ്ണം ഉള്ളത് 2 ഉള്ളൂ അല്ലേ. അതിനൊക്കെ 5-6 കളറുള്ളതാണ്. പക്ഷെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ആ 2 കളറേ ഉള്ളൂ. മുന്തിരി കളറേ, വേറെ ഡിസൈൻ. ഒരു സമയത്ത് ഒത്തിരി ഓർഡറുകളും ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമായിരുന്ന സാരികളാണ് റീസ്റ്റോക്ക് ഒത്തിരി വരുന്നത്. അത് ഇപ്പം ഇങ്ങനെ വരുമ്പോൾ തന്നെ ഓർത്താൽ മതി, ഇത് ജനപ്രിയമായിരുന്ന സാരികളായിരുന്നു. ഇത് ഏതൊക്കെയോ ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ട്, സ്ഥിരം കാണുന്നവർക്കറിയാം. ഉണ്ടോ മുന്തിരി, കണ്ടോ ബ്ലൗസ് ഇല്ലേ, ഉണ്ടോ? ബ്ലൗസ് ഉണ്ട്. ഇതിനെല്ലാം ഒരേപോലത്തെ കേട്ടോ. ബ്ലൗസ് പ്ലെയിന് ആ ഒരു കളർ. അതിനും ഓർമ്മയുള്ളോ? ഇതിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടോ? ഒരു മിനിറ്റ്, ഇത് കുറച്ച് സാരി ഇല്ല, അത്രേ ഉള്ളൂ. അതിനെ ഓർമ്മയുള്ളതെന്ന് തോന്നുന്നു. അതോ ഇനി അത് കാണാതെ പോയതാണോ? ഇത് വേറൊരു ഡിസൈനേ, കണ്ടോ? നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ. ഞാൻ ഡിമാൻഡ്സിൻ്റെ മേലെ ഓരോന്നും പറയാമെന്ന് വിചാരിക്കരുത്. ഒന്നുമല്ല, ഇനി ഇത് വെച്ചോണ്ടിരിക്കേണ്ടി വരരുത്. എനിക്കതേ ഉള്ളൂ. മേടിക്കേണ്ടവർ ധാരാളം ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഞങ്ങളുടെയൊക്കെ ഫോൺ സ്റ്റക്കായി പോകും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു മെസ്സേജ് തന്നാൽ കുറേ സമയം കഴിഞ്ഞ് റിപ്ലൈ വരുന്നത് നിങ്ങളുടെ ടേണിലേക്ക് വരുന്നതേ ഉള്ളൂ. അടിയിൽ നിന്ന് മറുപടി പറഞ്ഞ് അല്ലാതെ മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുന്നതല്ല. ഓൺലൈൻ ആളില്ലാഞ്ഞിട്ടുമല്ല. ഇത് നമ്മുടെ ബാറ്ററി ലോ ആണെന്ന് പറഞ്ഞാൽ എന്നോട് സ്പീഡിൽ പറഞ്ഞോ. എനിക്ക് ഒന്നാതെ വർത്താനം പറഞ്ഞിട്ട് ശ്വാസം മുട്ടുക. എന്നാൽ വിദ്യക്ക് മിണ്ടാതെ നിന്നുകൂടെ എന്നല്ലേ ചിന്തിക്കുന്നത്? സത്യം പറ. ഇപ്പം അങ്ങനെ ചിന്തിച്ചില്ലേ? എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് മിണ്ടുന്നതെന്ന് ചിന്തിച്ചില്ലേ? എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. അത് തന്നെ മസ്റ്റാർഡ് യെല്ലോടെയൊക്കെ ഒരു ഷെയ്ഡ്. അത് കണ്ടോ, ഇതേ ഉണ്ട്. ഇതിൻ്റെ വേറെ കളർ മിക്സ് ആയി പോയില്ല. റേറ്റ് ഒന്ന് തന്നെ കേട്ടോ. റേറ്റും സ്റ്റഫും എല്ലാം ഒന്ന് തന്നെ. മുമ്പേ കാണിച്ചതിൻ്റെ ഡിസൈൻ വേറെ. ഇപ്പം മൊത്തം മിക്സായിട്ടായിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. കോഫി ഇൻഡിഗോ. ഇതിനൊരു ചെറിയ ഗ്ലോയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കരമില്ല, ചെറിയ സൂക്ഷിച്ച് നോക്കിയ ഒരു ചെറിയ ഗ്ലോയൊക്കെ ഉണ്ട്. ആ ഗ്ലോ എന്ന് പറഞ്ഞാൽ സാരിക്ക് ഒരു പകിട്ട് കൂടുതൽ തോന്നിക്കും. നല്ലൊരു എന്നാ പറയുന്നത്, നല്ലൊരു ലുക്ക് വരും. ഭയങ്കര ഓവർ ഗ്ലോ അല്ല, ചെറിയൊരു മിനുസം. ഏത് പ്രായത്തിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന സാരികളാണ്. ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫർ സെയിൽ അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിലാണെന്നൊന്നും പറയണ്ട. ഏത് പ്രായത്തിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്.
ഈ പ്രായത്തിലുള്ളവർക്കെന്ന് പറഞ്ഞൊരു സാധനം പറയുന്നത് തന്നെ മിസ്റ്റേക്കാണ്. ഞാനങ്ങനെ പറയാൻ ഒട്ടും ഇഷ്ടമില്ല. പിന്നെ ആൾക്കാരുടെ മനസ്സിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. ഈ പ്രായം എന്ന് പറയുന്നൊരു സാധനമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കലണ്ടറിനകത്ത് 12 മാസം കൂടുമ്പോൾ കലണ്ടർ മാറുന്നതുകൊണ്ടല്ലേ നമുക്ക് പ്രായമാകുന്നത്? 24 മാസം കൂടുമ്പോൾ ആക്കി വെക്കുവാണെങ്കിൽ, കുറച്ച് പേര് കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് പ്രായമാവില്ലല്ലോ. 2 കൊല്ലം കൂടുമ്പോഴല്ലേ പ്രായമാവും. ഞാൻ ചിന്തിക്കുന്ന പൊട്ടത്തരങ്ങളാണ് ഇതൊക്കെ. എന്നാന്നറിയോ, മനസ്സിനകത്ത് ഈ പ്രായമൊക്കെ, അയ്യോ എനിക്ക് ഇത്രയും പ്രായമായല്ലോ എന്നൊക്കെ തോന്നിയേക്കുക. പിന്നെ റിട്ടയർമെന്റ് മറ്റേത് മറിച്ചത് ഇങ്ങനെ അങ്ങ് മനസ്സ് ചിന്തിച്ച് കൂട്ടുക. ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല. അത്ര ഉള്ളൂ. അടുത്തത് സോഫ്റ്റ് ആയിട്ട്, ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് സാരിയൊക്കെ. ഇത് മുമ്പേ കാണിച്ചതിനെ കഴിഞ്ഞ് കുറേ കൂടെ ഒട്ടിക്കിടക്കുന്ന സാരിയാണ് ഇത്. ഇതിൻ്റെ താഴത്തെ ബോർഡർ വരുമ്പോൾ ഇല്ലേ ഇങ്ങനെ വരുവേ, വീതി ബോർഡറാണ്. വെള്ളത്തെ ബോർഡറിന് അത്ര വീതിയില്ല. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസിന് ഡിസൈൻ ഉണ്ട്. ഇതാ ബ്ലൗസ് ആഷ് കളറ്, നല്ല സോഫ്റ്റാണ്. ശരീരത്തിലേക്ക് ഒട്ടി എനിക്കൊരു 1 ലെയർ ഇട്ട് കാണിക്കണം എന്നുണ്ട്. കാണിക്കാം ആഗ്രഹങ്ങളൊന്നും പിന്നത്തെ മക്കള് എന്നൊക്കെ അല്ലേ ഞാൻ പറയുന്നത് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടോ. ഈ ശരിക്കും പറയാം ഷിഫോൺ സാരി പോലെ സോഫ്റ്റ് ആവും. പക്ഷേ ഷിഫോൺ സാരിയെ അല്ല, പിടിക്കുമ്പോൾ അറിയാം ഷിഫോൺ സാരി അല്ലെന്ന് അറിയുകയും ചെയ്യാം. പക്ഷെ അത്രയ്ക്ക് സോഫ്റ്റാണ്. അതിൻ്റെ അടുത്ത ഷെയ്ഡ് ഡാഷ്. ഞാൻ ഇത്രയും തിരക്കിടുന്നത് എന്തിനാണെന്നറിയാം, ഇവിടെ ബാറ്ററി ലോയാ. അതിന് പോലും നേരമില്ല. അതിന് ഞാനാണ് കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഇപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ. ഒനിയൻ ഇത് വരും. താഴത്തെ ബോർഡറിന് ഇതിൻ്റെ ഡബിൾ ഉണ്ട് വീതി. മുന്താണ് ഇങ്ങനെ, ബ്ലൗസ് ഇതാണ്ട് ഇങ്ങനെ കാണാൻ. സത്യം പറഞ്ഞാൽ ഓഫറിൽ കൊടുക്കുന്നത് വിഷമമില്ലാതൊന്നുമല്ല ഞാൻ ഓഫറിൽ കൊടുക്കുന്നത്. നമ്മളൊരു ബിസിനസ് അല്ലേ, അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മനസ്സിൽ സങ്കടപ്പെട്ടൊന്നുമില്ല കേട്ടോ തന്നെ, അത് വേറെ കാര്യം. എന്ത് സാധനം കൊടുത്താലും മനസ്സ് നിറഞ്ഞു കൊടുക്കണം. അല്ലെ കൊടുക്കുന്ന ആൾക്കും മേടിക്കുന്ന ആൾക്കും പ്രയോജനപ്പെടാതെ പോയി അത് വേണ്ട. സന്തോഷത്തോടെ ചുമ്മാ കൊടുക്കാനും മടിയൊന്നുമില്ല. അർഹതപ്പെട്ടൊക്കെ കൊടുക്കുള്ളൂ എന്നുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കുക. 10 രൂപയ്ക്ക് വരെ ഞാനും ചിലപ്പോൾ കണക്ക് പറഞ്ഞ കളയേ കേട്ടോ. കള്ളത്തരം കാണിച്ച് മേടിക്കാൻ നോക്കിയാലേ. പക്ഷെ അർഹതപ്പെട്ടവർക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഞാൻ എന്നൊക്കെ എന്തിനിതൊക്കെ പറയുന്നല്ലേ. കുറച്ചു നേരം മിണ്ടാൻ നിൽക്കുന്നേ. ഇന്ന് കോളൊന്നും ഇല്ലല്ലോ. പിണങ്ങി നിൽക്കണം അവിടെ. ഞാനും വരികയല്ല ഇവിടെയുള്ള എല്ലാത്തിനും പിണക്കം ഒരായുധമാക്കി എടുത്തേക്ക്. ഞാൻ ഈ പുറകെ ചെല്ലുന്നതേ ഭയങ്കര ആയുധമാക്കി എടുത്തേക്ക്. അയ്യോ ഡീ എന്ന് പറഞ്ഞ അങ്ങനല്ലേ വിചാരിച്ചേ. ഇനി 6 ഞാൻ മടുത്തു. എനിക്ക് നിങ്ങളിങ്ങനെ ധൃതി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇച്ചിരി സാവകാശം ഇരുന്ന് നല്ല സ്ലോ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ഷൂട്ടൊക്കെ അടിച്ച്, ഷൂട്ടായിരുന്നു അല്ല കേട്ടോ പറയുന്നു, അങ്ങനെയൊക്കെ പോകണം. ഇത് ചുമ്മാ ബാറ്ററി ഇപ്പോൾ ഓഫായി പോയി കുത്തി കിട്ടണം, അത്രേ ഉള്ളൂ. 6 ആഡ്. ഇതിപ്പോൾ സ്റ്റഫ് എന്നാന്ന് വീണ്ടും മനസ്സിലൊരു തോന്നൽ വരുന്നുണ്ട് ഇല്ലേ. ഇത് കോട്ടൺ അല്ല, പക്ഷെ ചന്തേരിയുമല്ല. കോട്ടണും ചന്തേരി കോട്ടൺ എന്നൊക്കെ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന സ്റ്റഫുകൾ ഇപ്പോൾ വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഏതാണ്ടിൻ്റെ ഒക്കെ മിക്സാണ്. ഇന്നലെ ഇറങ്ങിയേക്കുന്നുണ്ട് ചന്തേരി മോഡാളെന്നും പറഞ്ഞു. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്നാണ്. അതിനകത്ത് അറിയത്തില്ലെന്ന് പറയുന്നത് അതിനകത്ത് കാര്യമൊന്നുമില്ല. അത് അങ്ങനെ ഇറങ്ങുന്നു, അത് മിക്സ് ചെയ്ത് നോക്കി ഇറക്കുന്നതായിരിക്കും, വീവ് ചെയ്യുന്നതായിരിക്കും ബ്ലൗസ് കേട്ടോ. ഇതെല്ലാം ഞാൻ പിന്നെയും പറയാം, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഒരേ ഒരു പീസ്, ഉള്ളി 1 പീസ് മാത്രമേ ഉള്ളേ. പിന്നെ റീസ്റ്റോക്ക് ഉണ്ടോ എന്ന് ഇതിന് ചിലർ ചോദിക്കും. റീസ്റ്റോക്ക് ഇല്ല. റീസ്റ്റോക്ക് ഉള്ള വരുത്താവുന്ന സാധനം നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കില്ല. റീസ്റ്റോക്കും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു ഡിസ്കൗണ്ട് സൈഡ് വരുമ്പോൾ ആണില്ലേ ചോദിക്കുന്നത് തെറ്റാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഈ സാരിയൊക്കെ ഒരു 4-5 ഇത്ര ഒന്നും 20 എണ്ണമൊക്കെ വാങ്ങിച്ച് വെച്ച് ഡെയിലി പോകുന്നവർക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഞാൻ പറഞ്ഞിട്ട്. പിന്നെ സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കണം. അല്ലാതെ 400 രൂപയുടെ സാരിയല്ലേ, എന്നാൽ 460 രൂപയുടെ സാരിയല്ലേ,
എന്നോർത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. നല്ല സാരി ഫോളൊക്കെ വെച്ച് നല്ല രീതിക്ക് ബ്ലൗസൊക്കെ തയ്ച്ച് അതിന് ചേരുന്ന രീതിക്ക് ഇടണം. അപ്പോൾ നല്ല സുന്ദരി മണികളായിട്ടിരിക്കും കണ്ടോ. ഇതൊന്നും ഡിസ്കൗണ്ട് കൊടുക്കേണ്ടതാ. അയ്യോ, ഇത് ഞാനിതൊന്നും കണ്ടില്ലല്ലോ. ഇപ്പോഴാണ് വന്ന പോലെ ഉണ്ടല്ലോ. ആണോ ആണോ? ആഹാ, എന്ത് ധൈര്യത്തോടെ പറയുന്ന ആണെന്ന്. ഞാനത് പോയി നോക്കട്ടെ. ഇതേ മുന്നാണിയെ ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നതേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതേണ്ടിരിക്കുന്നു കുറച്ച് കണക്കൊക്കെ കൊണ്ടുപോയോ. പട്ടുള്ള സാരി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചു, നമുക്ക് തികയാതെ പോയ സാരിയാണ് അത്. അതിൻ്റെ ഡിസൈൻസ് സെയിം ഉണ്ടോ ആണോ എന്ന് എനിക്കറിയത്തില്ല. പട്ടുള്ള സാരിയാണെന്ന് അറിയാം. അന്ന് ആഗ്രഹിച്ചവരൊക്കെ അടുത്ത ദിവസം വീഡിയോ കാണിക്കാം കേട്ടോ. പിന്നെ ബ്ലൗസ് വന്നിട്ടുണ്ടേ, റെഡിമെയ്ഡ് ബ്ലൗസ്. ശനിയാഴ്ച വൈകുന്നേരം വീഡിയോ കേട്ടോ. അന്ന് കാണിച്ചിട്ട് ഇപ്പോഴും ബ്ലൗസിന് എൻക്വയറി തീർന്നിട്ടില്ല എന്നുള്ള സത്യം. പുതിയ നേരത്തെ കാണിച്ചിട്ടുള്ള ബ്ലൗസ് ആണെന്ന് തോന്നുന്നു. ഒറ്റ സാരിയും കൂടെ ഉള്ളൂ. ഇന്നത്തെ ഓഫർ സെയിൽ തീർന്നു. ഇനി അടുത്ത ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനായില്ല. അത് റെഡിയാക്കി വന്നത് ഷോപ്പിൽ അത് ആക്കണോ അല്ലാതെ ആക്കണോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഇത് ഓണാണോ? എന്നെ അതിൻ്റെ ഓഡിയോ ഓണാണോ? CCTVക്കകത്തോടെ വർത്താനം പറയും. എൻ്റെ മുന്താണിയെ നല്ല ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡ് എന്നിട്ട് വൈറ്റും ഒക്കെ കൂടി മിക്സ് ആയിട്ട്. ഇതിനെപ്പറ്റി നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. ഡിസ്കൗണ്ട് സെയിലാണ്. ഒരു കാരണവശാലും എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, ക്യാൻസലേഷൻ ഇല്ല. നിങ്ങൾ ദയവായി സഹകരിക്കണം. കാരണം നമുക്കിനി ഇത് ഒന്നാമത് വലിയ ലാഭത്തിലൊന്നും നല്ല ലാഭത്തിലല്ല, കുറച്ച് ചിലതിനൊക്കെ നഷ്ടത്തിലാണ്. ഇപ്പം ലാസ്റ്റ് കാണിച്ച സാരിയൊക്കെ എനിക്ക് തോന്നുന്നു മുഴുവൻ അത് വലിയ പഴക്കം ചെന്നിട്ടില്ല. അത് എന്തിനാണത് ഡിസ്കൗണ്ട് സെയിൽ ഇട്ടതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഇത് പോട്ടെ, അതെന്തേലും പോട്ടെ. പിന്നെ നിങ്ങളുണ്ടല്ലോ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയില്ല കേട്ടോ. പിറ്റേ ദിവസം ഹോൾഡ് ചെയ്ത് വെക്കുക. നാളെ അല്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പൈസ ചെയ്താൽ അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ. ഒന്ന്. രണ്ടാമത് ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്കത്തെ വീഡിയോ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ ആണ്. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.